അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നത്. ജീവിതത്തിൽ ഏറ്റവും അധികം സംഭവിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാവുക. പലപ്പോഴും അതിൻ്റെ ഭവിഷ്യത്തുകൾ വരുമ്പോൾ മാത്രമാണ് ഇത്ര ഗുരുതരമായ ഒരു കാര്യമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊക്കെ എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നില്ലേ? അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ നമ്മളോട് പറയും, അല്പം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഫാറ്റി ലിവർ സിറോസിസ്, അതേപോലെ തന്നെ അതിശക്തമായ പ്രമേഹം, ക്യാൻസർ, പല രോഗങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടുമ്പോൾ ആലോചിക്കുമല്ലോ, ചെറിയൊരു ശ്രദ്ധ എനിക്ക് ശ്രദ്ധിച്ചാൽ മതിയാകുമായിരുന്നു എന്ന് ആലോചിക്കാതെ ആരെങ്കിലും ഉണ്ടാകുമോ? ഇപ്പോൾ ഉദാഹരണം പറയാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും മാരകമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നുള്ളത്. നമുക്ക് പ്രമേഹത്തിന് 3 പരിഹാരങ്ങളുള്ളത്. ഒന്ന്, പ്രമേഹം വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രമേഹം വ്യാപകമായൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു നേരത്തെ കാലത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചസാരയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും പ്രമേഹം വരാതെ കൊണ്ടുപോകാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേക്കാം. മറ്റൊന്ന്, ഇനി പ്രമേഹം വന്നു, അപ്പോൾ നമ്മൾ അതിന് വേണ്ട വ്യായാമങ്ങൾ ചെയ്ത് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി നമ്മുടെ പ്രമേഹം അധികമാവാതെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ ആ പ്രമേഹത്തിനെ നിത്യമായി പരിശോധിച്ച് അതിനാവശ്യമായ മരുന്നുകൾ ആവശ്യമായ ക്രമത്തിൽ മാത്രം കഴിച്ച് അതിൻ്റെ സങ്കീർണതകൾ വരാതെ നിലനിർത്താനും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്നാൽ ഇത്രയും ലളിതമായ ശ്രമങ്ങൾക്ക് മുതിരാതെ ഇതൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും വളരെയധികം തെറ്റായ നിലക്ക് ഇതിനൊരു ശ്രദ്ധയും കൊടുക്കാതെ എന്ത് ചെയ്യാണ്, ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക് എല്ലാ മധുരവും കഴിച്ച് ഒരു ചിട്ടയും പാലിക്കാതെ ഒരു വ്യായാമവും ചെയ്യാതെ മുന്നോട്ട് പോയി അവസാനം ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും ബാധിച്ച് കാർന്നു നിന്ന് നമ്മൾ ആകെ കഷ്ടപ്പെട്ട് വേദനിക്കുമ്പോൾ എനിക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ, അവിടെ അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യത്തിലുമുണ്ട് അല്ലേ? ഇപ്പോൾ ഭർത്താക്കന്മാരെ പറ്റി ഭാര്യമാർ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, എത്ര വിഷമിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇത്രമാത്രം വിഷമം ആ സ്ത്രീക്കുണ്ട് എന്നും അത് എന്നെക്കൊണ്ടാണെന്നും ആ ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ മാറൂലേ? എത്ര മാതാപിതാക്കൾ കണ്ണീരിൽ ജീവിക്കുന്നുണ്ട് മക്കളുടെ പെരുമാറ്റം കൊണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നല്ലോ എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ട്. ആ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ മാറിയാൽ കഴിഞ്ഞില്ലേ? എത്ര ഭാര്യമാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവൾ ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന പുരുഷന്മാരുണ്ട്. അത് അവൾക്ക് മനസ്സിലാവണം. അയൽവാസിൻ്റെ ഉപദ്രവം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ഇത്രമാത്രം അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് അയാൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായാൽ നമുക്ക് എത്ര സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ തെറ്റ് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും നല്ലതാണ് ചെയ്യുന്നതെന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മൾ ന്യായങ്ങൾ ഉണ്ടാക്കി എൻ്റെ അടുത്ത് എന്താണ് കുഴപ്പം എന്ന് മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുക കൂടെ ചെയ്യുമ്പോഴും കുറച്ച് ഗൗരവമല്ലേ? നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇവിടെ ഒരു വീണ്ടും വിചാരത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അപ്പോൾ ആളുകളുടെ ഇടയിൽ നമ്മുടെ പെരുമാറ്റം തകരാറുകൾ വരുന്നുണ്ടെങ്കിൽ അവരിൽ മുറുമുറുപ്പുകൾ വരും. അപ്പോൾ ആ മുറുമുറുപ്പുകൾ നമ്മളുടെ വിദ്വേഷം കൊണ്ടാണ്, അസൂയ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനം അടയാതെ നമ്മുടെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിച്ച് അത് തിരുത്തുവാൻ തയ്യാറാവുകയാണ് നമ്മൾ വേണ്ടത്. ഭാര്യ ഞാൻ ഇനി എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അവളുടെ തകരാറാണെന്ന് വിലയിരുത്തുന്നതിന് പകരം ഒരു പെണ്ണ് ഇത്രകാലം ജീവിച്ചിട്ട് അവൾ എന്തുകൊണ്ട് പോകുന്നു, എൻ്റെ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് ചിന്തിക്കാൻ ഒരു പുരുഷൻ ബാധ്യസ്ഥനല്ലേ? അപ്പോൾ അവനവൻ്റെ തെറ്റുകൾ അവനവൻ എത്ര നേരത്തെ തിരിച്ചറിയുന്നുവോ നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, എനിക്കൊരു തെറ്റും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ന്യായീകരിക്കുന്നുവെങ്കിൽ ഭവിഷ്യത്തുകൾ വന്ന് തലയിൽ വീഴുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിവുണ്ടാവൂ. അതിനു മുമ്പ് തിരിച്ചറിവുണ്ടാകുന്നത്
ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും നല്ലതാണ്.